ഹലോ ഹായ്. ഇന്ന് എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സും ചെറുനാരയും കൂടിയുള്ള അച്ചാർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി അച്ചാറാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾ. നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ആദ്യമേ ഞങ്ങൾ എണ്ണയിൽ വഴറ്റി കട്ട് ചെയ്ത് വെച്ചതാണ് ആറിയതിന് ശേഷം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ചെറുനാരങ്ങ ആദ്യമേ നല്ലെണ്ണയിൽ വഴറ്റി അത് ആറിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഉപ്പ് ചേർത്ത് വെച്ചതാണ്. ഇനി ബാക്കി ഐറ്റംസ് നമ്മൾ നോക്കാം. ഇത് ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് 1/4 കിലോ, 1 കിലോ നാരങ്ങക്ക് 1/4 കിലോ ഈ ഡേറ്റ്സാണ് എടുത്തത്. പിന്നെ 100 ഗ്രാം പച്ചമുളക്, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നെ ഇത് അച്ചാർ പൊടി, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ആദ്യം തന്നെ ഞങ്ങൾ ഇടുന്നത് പിന്നെ ഇതാണ് വെളുത്തുള്ളിയാണ്. അത് പിന്നെ ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും. വിനീഗർ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഇടുന്നത് നല്ലെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അതൊന്ന് ചൂടായതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യം തന്നെ ഇതിട്ടത്, ഇഞ്ചി ഇട്ടത്. അദ്രക്ക്, ഇഞ്ചി, ലസൂൺ, നന്നായിട്ട് ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞു. നല്ല എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ്, ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വേണ്ടുന്ന ഉപ്പാണ് അതിലിട്ടത്. അതൊന്ന് ചെറുതായി അതിൻ്റെ വെള്ളം ഒന്ന് അറിക്കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടുമ്പോൾ നോക്കണം. അങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. വെള്ളം എല്ലാം വാരതിന് ശേഷം കട്ട് ചെയ്തതാണ്. അപ്പം ചെറുതായിട്ടൊരു പൊട്ടിത്തെറി ഉണ്ടാവും. പിന്നെ അതും ഒന്ന് മണം ഒന്ന് മാറിയതിന് ശേഷം തീ കുറച്ച് കുറക്കണം. തീ നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഓരോരോ മുളക് പൊടികൾ ചേർക്കുക. ഇത് അച്ചാർ പൊടി ഇട്ടു. പിന്നെ ഇത് ഹൽദി പൗഡർ, മഞ്ഞൾപ്പൊടി. ഇനി ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാരണം പച്ചമുളക് നന്നായിട്ടുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ടും. മറ്റേ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടില്ല, കാശ്മീരി. ഇതിനകത്ത് കുറച്ച് എരിവുള്ള മുളകും മിക്സാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇനി ഇത് ചെറുതായി അരിഞ്ഞ് വെച്ച 1/4 കിലോ ഡേറ്റ്സ്, 1 കിലോ പിന്നെ നാരങ്ങക്ക് 1/4 കിലോ ഡേറ്റ്സാണ് എടുത്തത്. കുറച്ച് നന്നായിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കുക. ഞാൻ 1 കിലോ ചെറുനാരങ്ങക്ക് 1/4 കിലോ ഡേറ്റ്സ്, 1 കിലോ ലെമൺ के लिए मैं 1/2 കിലോ ഡേറ്റ്സ് എടുത്തത്. ഇനി ഇതിലുള്ള കറിവേപ്പില ഓൾറെഡി നല്ലോണം കഴുകി നനവെല്ലാം പോയതാണ്. അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല. അത് കാരണമാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ഇട്ടത്. അല്ലെങ്കിൽ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഇതൊക്കെ ഇടാവോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ കേടായിപ്പോവും. കാരണം വെച്ചാൽ അത് 6 മാസം ഒട്ടും കേടാവില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഡേറ്റ്സിന് വേണ്ടുന്ന ഉപ്പുകൾ. ഓൾറെഡി നമ്മൾ ലെമണിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, കല്ലുപ്പിട്ട് വെച്ചതാണ്. ഇനിയിത് നന്നായിട്ട് വഴറ്റി എല്ലാ പൊടികളും ഈ ഡേറ്റ്സിന് പിടിക്കണം. ഇനി ഇത് ഉപ്പിട്ട് വെച്ച ലെമൺ, കട്ട് ചെയ്ത് വെച്ച ലെമൺ ഇതിൽ ഇട്ടിട്ട് ഇനി എല്ലാവിടെയും നന്നായിട്ട് ഇളക്കി ചേർക്കണം. നന്നായിട്ട് എല്ലാവിടെയും ഇത് ഇളക്കി ചേർക്കണം മസാലകൾ. ഇത് ഞങ്ങൾ ഒട്ടും വിനീഗർ ഒഴിക്കുന്നില്ല. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല.
അത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കാരണമാണ്. പിന്നെ ലെമണിൻ്റെ നല്ല പുളി ഉണ്ടല്ലോ, നല്ല പുളിയുള്ള ലെമണാണല്ലോ. ഇത് ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ച കാരണം ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാ മധുരവും പുളിയും എല്ലാം ഈക്വലായിട്ട് എല്ലാ സ്ഥലത്തും എത്തുകയുള്ളൂ. മധുരം എല്ലായിടത്തും എത്തണമെങ്കിൽ 2 ദിവസം വെക്കണം. അതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. വിനീഗർ ഒഴിക്കുമായിരുന്നെങ്കിൽ അന്ന് തന്നെ ഉപയോഗിക്കായിരുന്നു. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഡേറ്റ്സ് അരച്ച് ചേർക്കണമായിരുന്നു. വിനീഗറിൽ ഒഴിച്ചിട്ട് പൊതിർക്കാൻ വെച്ച് എന്നിട്ട് അത് അരച്ച് ചേർക്കണമായിരുന്നു. എല്ലാ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം എല്ലാം റെഡിയായി. ഇനി ഇത് തടഞ്ഞിട്ടാകുമ്പം അച്ചാറുകൾ നന്നായിട്ട് എല്ലാവരും ഒന്നും കൂടെ നന്നായിട്ട് എല്ലാവരും ഇളക്കി വെക്കണം. പിന്നെ അച്ചാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്ത് തന്നെ കായം, കടുക് വറുത്ത്, കുറച്ച് സാധാരണ ജീരകം, പെരിഞ്ചീരകം ഇതൊക്കെ ഞാൻ വറുത്ത് എല്ലാം 1/4 കിലോ ഇട്ട് വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട്. അതാണ് ആ അച്ചാർ പൊടി ഇട്ടതാണ് ഞാൻ വേറെ കായൊന്നും ഇതിനകത്ത് ചേർക്കായിരുന്നു. കായ ഉലുവിയൊന്നും ചേർക്കായിരുന്നു. കായ ഉലുവിയെല്ലാം അച്ചാർ പൊടിയിലുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അതെല്ലാം പൊടിയിൽ എല്ലാം വേണ്ടുന്ന വിധത്തിലുണ്ട്. അതുകൊണ്ട് ഒന്നും ചേർക്കേണ്ടി വന്നില്ല. ഇതിലെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ പൊടിയാണ്. എല്ലാം നന്നായിട്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെ നല്ല സ്മെല്ല്, ആ പൊടി തന്നെ എല്ലാം നല്ല സ്മെല്ലുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അച്ചാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈമിൽ ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് മുളകിടും, കായമുളക് വറക്കും, പിന്നെ കായം, പിന്നെ കടുക്, പിന്നെ ഉലുവ എല്ലാം കൂടെ അച്ചാർ റെഡി. ഇതുപോലെ ഇത്ര ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. വെള്ളം ഒഴിക്കാതെ ഇത് വിനീഗർ ഒഴിക്കാതെ കാരണം നന്നായിട്ടായി. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ ഏതെങ്കിലും ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് നല്ലോണം തണിയണം. ഇതിപ്പോൾ രാത്രി 12 മണി സമയമാണ്. പിന്നെ നാളെ രാവിലെ ഇത് ആറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ബോട്ടിൽ നന്നായിട്ട് പിന്നെ ഇതിൻ്റെ വെള്ളം ആവിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ശേഷം ഒരു ബോട്ടിലിട്ട് വെക്കും. അപ്പോഴേ ഇതിൻ്റെ പൂപ്പൽ പിടിക്കാതിരിക്കും. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. നല്ലോണം ആറിയതിന് ശേഷം മാത്രം. ഇതിൽ വിനീഗർ ഒഴിച്ചിട്ടില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് കേടാവില്ല. 6 മാസം ഗ്യാരണ്ടിയാണ്. ഇത് ചീത്തയാവത്തില്ല. ഇങ്ങനെ ഒന്നും പ്രിസർവേറ്റീവ് ചേർക്കാതെ സ്വന്തം വീട്ടാവശ്യത്തിനും നമുക്ക് സെയിൽ ചെയ്യാൻ ഇതുപോലെ ഉണ്ടാക്കാം. ഇത് 1 കിലോനാണ് ഞാൻ നാരങ്ങക്കാണ് ഇത് ഇത്ര ഐറ്റംസ് ഉണ്ടാക്കിന്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ 100 ഗ്രാംസാണ്. ഈത്തപ്പഴം 1/4 കിലോ ആണ് എടുത്തത്. 1 കിലോ ചെറുനാരങ്ങക്ക് 1/4 കിലോ ഈത്തപ്പഴം. ബാക്കി കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ നല്ല എണ്ണയിലാണ് ആദ്യം ഇത് ലെമൺ കഴുകി തുടച്ച് വെച്ച ലെമൺ നല്ലെണ്ണയിൽ വഴറ്റി അതൊരു പൊട്ടി വരുന്ന പോലെ ആയ സമയത്താണ് അത് കട്ട് ചെയ്ത് അതിൽ കല്ലുപ്പ് ചേർത്തിട്ട് 1-2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ വീഡിയോ കിട്ടിയില്ല. കാരണം എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതുള്ള വീഡിയോ എടുക്കുമ്പം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റിയാണ്. സാധാരണ വെറും ലെമൺ ഉണ്ടാക്കുന്നതിനും നല്ലതാണ് ഈത്തപ്പഴവും കൂടി ചേർന്നിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലത്തെ അച്ചാർ. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത്രയും നല്ല ടേസ്റ്റി അച്ചാർ. ഇത് പിന്നെ ബിരിയാണീൻ്റെ കൂടെ നല്ലതാണ്, സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. രണ്ടിനും ബിരിയാണിക്കും പറ്റും, സാധാരണ ചോറിനും പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഇതിനകത്ത് മധുരവും കൂടി ഉള്ളതാണല്ലോ. പിന്നെ പച്ചമുളക് എരിവുള്ള കാരണമാണ് കാശ്മീരി മുളക് എടുത്തത്. നല്ല കാണാൻ നല്ല അധികം, പക്ഷേ വെള്ളം പോലെ ഉണ്ടാവില്ല. ഇത് വിനീഗർ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല. അത് കാരണം ഇങ്ങനെ ഇത് 6 മാസം കേട് കൂടില്ല.
ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു 6 മാസം. പക്ഷേ നമ്മൾ ലെമണക്കയിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.